നമസ്കാരം. പുതിയതായിട്ടുള്ള പെൻഷനുകളുടെ അപ്ഡേറ്റ് നേരത്തെ തന്നെ അറിയാനായിട്ട് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ, ക്ഷേമനിധി പെൻഷനുകൾ, കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനുകൾ, സ്ത്രീ സുരക്ഷാ പെൻഷനുകൾ, മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യ വിതരണങ്ങൾ എന്നിവ പുതിയ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആദ്യഘട്ടം എന്നാണ് ആരംഭിക്കുന്നു. 62 ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിച്ചു. കഴിഞ്ഞ ദിവസമായിരുന്നു സാമൂഹിക സുരക്ഷാ പെൻഷനുകളുടെ ആദ്യഘട്ടം വിതരണം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചത്. ക്ഷേമ പെൻഷൻ തുകയുടെ മെയ് മാസ വിതരണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഗുണഭോക്താക്കൾക്ക് വമ്പൻ സന്തോഷ വാർത്ത. ജൂൺ മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം എത്തിച്ചേരും. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷനുകൾ, അവിവാഹിത പെൻഷനുകൾ, സർക്കാർ സഹായത്തോടുകൂടി വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് എന്നിവർക്കാണ് പെൻഷൻ തുക വലിയൊരു വർധനം ഉണ്ടാകാൻ പോകുന്നത്. നിലവിലെ പെൻഷൻ തുകയായ 2000 രൂപയിൽ നിന്നും 2200 മുതൽ 2300 വരെയുള്ള പെൻഷൻ തുകയും വർധനമാണ് പ്രതീക്ഷിക്കുന്നത്. ജൂൺ മാസം 5ഓടുകൂടി വിതരണം പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ ജൂൺ അവസാന വാരത്തോടുകൂടി വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കളിലേക്കാണ് എത്തിച്ചേരുക. സർക്കാർ അധികാരത്തിലെത്തിയ ഉടൻ തന്നെ ആദ്യഘട്ടം എന്നോണം അംഗൻവാടി വർക്കേഴ്സിനും ആശാപ്രവർത്തകർക്കുമുള്ള ആനുകൂല്യമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അടുത്തായി സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കുള്ള വർധനമാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഇതിനോടൊപ്പം തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കും വമ്പൻ സന്തോഷ വാർത്ത. നവംബർ മാസം മുതലായിരിക്കും സ്ത്രീ സുരക്ഷാ പെൻഷനുകൾ LDF സർക്കാർ പ്രഖ്യാപിച്ചത്. ഏപ്രിൽ മാസം വരെയുള്ള വിതരണമാണ് നേരത്തെ നടത്തിയിട്ടുള്ളത്. എന്നാൽ ഏപ്രിൽ മെയ് മാസങ്ങളിലെ തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് 2000 രൂപ വീതം എത്തിച്ചേരുമെന്നുള്ള അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് മറ്റൊരു പ്രഖ്യാപനം കൂടി എത്തിയിരിക്കുന്നത്. സ്ത്രീ സുരക്ഷാ പെൻഷനുകൾ വീട്ടമ്മ പെൻഷൻ എന്ന ഇനത്തിലേക്ക് മാറ്റി 3000 രൂപയുടെ വരെ വർധനവും കൊണ്ടുവരുമെന്നും സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പെൻഷൻ തുകയടക്കം എത്തിച്ചേരുന്നത് ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായി തീരും. കേരളത്തിന്റെ ധനസ്ഥിതി ഇപ്പോൾ മെച്ചപ്പെട്ടമാണെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശനും UDF പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടികൾ നടപ്പാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നും മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാലൻ MLA കൊട്ടാരക്കരയിൽ വെച്ച് നടന്ന പത്രസമ്മേളനത്തിൽ അറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കളിലേക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള ആനുകൂല്യങ്ങളെല്ലാം തന്നെ ഒരു മുടക്കം കൂടാതെ എത്തിച്ചേരും. കേരളത്തിന്റെ ധനസ്ഥിതിയെക്കുറിച്ച് തങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ടെന്നും അത് കൃത്യമായി പറഞ്ഞിട്ടുമുണ്ടെന്നും കേരളം അങ്ങേയറ്റം അധോഗതിയിലാണെന്ന വിമർശനം തീർത്തും അപ്രസക്തമാണെന്നും KN ബാലഗോപാലൻ വ്യക്തമാക്കി. വർദ്ധിപ്പിച്ച സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് എത്തുമ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും കർശന പരിശോധനകൾ കൂടിയാണ് ആരംഭിക്കുന്നത്. ഇതിനിടയിൽ രാജ്യത്ത് ആദ്യമായി ഓരോ കുടുംബത്തിന്റെയും വരുമാനം കണ്ടെത്താൻ സർവേയുമായി കേന്ദ്ര സർക്കാരും രംഗത്തെത്തിയിരിക്കുകയാണ്. സ്ഥിതിവിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിലേക്ക് കീഴിലുള്ള ദേശീയ സാമ്പിൾ സർവേ ഓഫീസിന്റെ നേതൃത്വത്തിലാണ് ദേശീയ കുടുംബ വരുമാനം സർവേ നടത്തുന്നത്. സംസ്ഥാനത്ത് തിരുവനന്തപുരം, കോഴിക്കോട് റീജിയണൽ ഓഫീസുകൾക്ക് കീഴിലായി നഗരഗ്രാമ പ്രദേശങ്ങളെ 644 മേഖലകളിലാക്കി തിരിച്ച് സാമ്പിൾ ശേഖരിക്കും. 2027 മാർച്ചോടുകൂടി വിവരണ ശേഖരണം പൂർത്തിയാക്കും. വരുമാനത്തിന് പുറമെ തൊഴിൽ, വിദ്യാഭ്യാസം, മറ്റു ചിലവുകൾ തുടങ്ങിയ വിവരങ്ങളും ശേഖരിക്കും. ഇതോടുകൂടി വിവിധ മേഖലകളിലേക്കുള്ള പദ്ധതി ആനുകൂല്യങ്ങൾ ഏറ്റവും അർഹതപ്പെട്ട വീടുകളിലേക്ക് മാത്രം എത്തിച്ചേർന്ന് തുടങ്ങും. കൂടുതൽ പ്രഖ്യാപനങ്ങൾ വരും ദിവസങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം. വരും മണിക്കൂറിലെ സർക്കാരിന്റെ അറിയിപ്പിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.